ഞാൻ പറയാം. ഒരു മിനിറ്റ് അത് പ്രിയേട്ടാ നമസ്കാരം. നമ്മളന്ന് പുള്ളുപാടത്ത് വെച്ച് കണ്ടാണ് നമ്മുടെ സിനിമയുടെ പാട്ട് സീൻ പിടിച്ചത്. നമ്മുടെ പടർക്കോട്ടിലാണ്. പിന്നെ ബസ്സിലെ യാത്രയ്ക്ക് തന്നെ അമ്മേനെ ഞാൻ വിട്ടുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? ഞാൻ ഉണ്ടല്ലേ. പിന്നെ കാണിച്ചാൽ പറ്റിയില്ല. യാദൃശ്യമായി ഞാൻ അവിടെ വന്നാണ്. ഫസ്റ്റ് കിട്ടിയ മുഖം ചേട്ടൻ്റെയാണ്. അപ്പോൾ നമ്മുടെ സിനിമേനെ കുറിച്ച് രണ്ടു പേർക്ക് പറയും. അത് 7 നിറമുള്ള സ്വപ്നം എന്നാണ് സിനിമയുടെ പേര്. അത് കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു സിനിമയാണ്. 7 നിറങ്ങളും 7 സ്വപ്നങ്ങളും. അതൊരു ശരിക്കും പറയുകയാണെങ്കിൽ നിറങ്ങളുടെ ഒരു ആന്തോളജിയാണ്. അതെങ്ങനെ നമ്മുടെ മൈൻഡിലും ഇതിലൊക്കെ സംഭവിക്കുന്നത്, കുട്ടികൾക്ക് എങ്ങനെ ആലോചിക്കാനും അന്വേഷിക്കാനും പ്രയത്നമാകുന്നൊരു സിനിമയാണ്. ഷൂട്ടിന് പരിപൂർണ്ണ ഷൂട്ട് കഴിഞ്ഞു, ഡബ്ബിങ് കഴിഞ്ഞു. ഇപ്പോൾ അതിൻ്റെ സംഗീതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏപ്രിലിൽ വിഷു കഴിഞ്ഞ് പുറത്തിറക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഫസ്റ്റ് ഷോയ്ക്ക് ഞാൻ വരും. ജീവിതത്തിലെ ഏറ്റവും വലിയ പ്ലാൻ ചേട്ടാ ഇതാണ്. ഹൃദയത്തിൽ കിട്ടാന്ന് പറഞ്ഞാൽ ചേട്ടാ ഫസ്റ്റ് ഞാൻ പരിചയം ചേട്ടൻ പറഞ്ഞ് തിരിച്ചറിഞ്ഞു ചേട്ടാ എത്രയോ ആളുകളാണെന്ന്. പക്ഷെ അവിടുത്തെ ക്ലിക്കില് അമ്മയുടെ കാര്യം പെട്ടെന്ന് ക്ലിക്ക് ആയത്. കാരണം എത്രയോ ആളുകൾ ചേട്ടൻ കാണുന്നത്. പക്ഷെ പെട്ടെന്നൊരു പേര് പറഞ്ഞ ചേട്ടൻ അപ്പൊ കത്തി. മനസ്സിലായി. സന്തോഷം. മകനല്ലേ ക്യാമറമാൻ? സന്തോഷം. പടം തന്നെ കാണും. എൻ്റെ കൂടി ആവശ്യമില്ല. നമസ്കാരം. പേരെന്താണ്? ഇതെന്തിൻ്റെയാണ് സംഭവം? നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ സ്റ്റാളാണ് കലോത്സവത്തിന് എത്തിക്കുന്നത്. നമ്മുടെ ഒരു പുതുവത്സര പദ്ധതിയായിട്ട് നമ്മളൊരു വൈബ് ഫോർ വെൽനെസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ 4 വൈബുകളാണ് പറയുന്നത്. നമ്മുടെ വെൽനെസ്സിന്, നമ്മുടെ ജീവിതത്തിനെ സമ്പുഷ്ടമാക്കാനുള്ള 4 വൈബുകൾ ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈറ്റ് വെൽ, ആക്ട് വെൽ, സ്ലീപ്പ് വെൽ ആൻഡ് കെയർ വെൽ. ഈറ്റ് വെൽ എന്ന് വെച്ചാൽ നമ്മൾ ഗുഡ് ഫുഡ് കഴിക്കുക, ബാഡ് ഫുഡ് ഒഴിവാക്കുക. പിന്നെയുള്ളത് സ്ലീപ്പ് വെൽ, മിനിമം ഒരു 8 മണിക്കൂറെങ്കിലും നമ്മൾ നന്നായിട്ട് ഉറങ്ങണം, കൃത്യമായി വിശ്രമം എടുക്കണം എന്നാണ് പറയുന്നത്. പിന്നെ ആക്ട് വെൽ, അതായത് നമ്മളൊരു എക്സസൈസ് നമ്മൾ നിർബന്ധമായി 20 മിനിറ്റ്സ് എങ്കിലും നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കണം. യോഗയോ സ്വിമ്മിങ്ങോ, കുട്ടികളാണെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് നമ്മളത് ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നതാണ് പറയുന്നത്. പിന്നെയുള്ളത് കെയർ വെൽ, നമ്മൾ സ്വയം ചികിത്സ ഒഴിവാക്കുക. കഞ്ചാമുണ്ടിന്റെ കഥയല്ലേ ഉറക്കിയിട്ടേച്ചും പെട്ടെന്ന് ഞെട്ടി ഉണർന്നപ്പോ പെണ്ണിന്റെ മുന്നിൽ ഈ കോലത്തില് ഞാൻ കരുതി ആരുത്തയ്യത്തിന്റെ വീടര് പകപോക്ക വന്നതാണ്. വേട്ട കൂഴപ്ലാമൂട്ടി ചെറിയ മകൾ അന്നക്കുട്ടി, ഈ ഇരുന്ന് കട്ടിക്ക് വിറക്കുന്ന നിന്റെ തന്ത കുന്തിരിക്കാൻ പുകച്ചയുടെ തവറാച്ചനും കൂടി ഇറച്ചിയും മീനും മുട്ടയും പാലും പോലും തൊടാണ്ടൊരാണ്ട് നോയമ്പെടുത്ത് 16 വീട് തെണ്ടിക്കൊണ്ട് മാഹിലമ്മയ്ക്ക് നേർച്ചയിട്ട് കിട്ടിയ കടിഞ്ഞൂൽ പുത്രനാണ് നീയെങ്കിൽ ടീച്ചർ നമസ്കാരം. പേര് ഉഷ. ടീച്ചറാണോ? ടീച്ചറാണല്ലേ. ഇപ്പം എത്ര വർഷമായി നമ്മൾ തുടങ്ങിയിട്ട്? ഈ വരച്ചു തുടങ്ങി കൊറോണ സമയത്താണ് വരച്ചു തുടങ്ങിയത്. പക്ഷെ ഞാൻ 23-ൽ ഷോ ചെയ്തിട്ടുണ്ട്, ലളിതകലാ അക്കാദമിയിൽ ഷോ ചെയ്തിട്ടുണ്ട്. അപ്പം അതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റേറ്റ് കലോത്സവം തൃശ്ശൂർ വന്നപ്പോൾ അവിടെ വരുന്ന എല്ലാ ജനങ്ങൾക്കും കാണാൻ വരുന്ന ഒരു സന്ദർഭം ഒരുക്കി കൊടുത്തതാണ് നമ്മുടെ തൃശ്ശൂരിനെ മനസ്സിലാക്കാനായിട്ട്. ഇഷ്ടം പോലെ ആൾക്കാർ കുറെ പേര് വന്നിട്ടുണ്ട്. ആരൊക്കെയാണെന്ന് വ്യക്തമല്ല. ഞാൻ മാത്രം പരിചയപ്പെടുത്തില്ല, ഷാജി ബ്രോ പരിചയപ്പെടുത്തി ഞാൻ മാത്രമല്ല. അല്ല, അവരെ പരിചയപ്പെടുത്തിയില്ല. ഞാൻ ഫസ്റ്റ് എന്നെ പരിചയപ്പെടുത്തിയത്. അതെനിക്ക് പറ്റുള്ളൂ. ഫസ്റ്റ് എന്നെ പരിചയപ്പെടുത്തല്ല ടീച്ചർക്ക് എന്നെ കുറിച്ച് അറിയാൻ പറ്റുള്ളൂ. ഞാൻ പോകുന്നിടത്ത് ആദ്യം എന്നെ പരിചയപ്പെടുത്തും. അവര് പറയും, അവര് ഷൂട്ടിന് മുമ്പ് അവർ പറയും ഞങ്ങൾ ഇന്ന സ്ഥലത്ത് നിന്നും പറയും.
പിന്നീട് എനിക്കറിയില്ല. പ്രൊഫഷണൽ അല്ലേ, നമ്മൾ പ്രൊഫഷൻ, ഞാൻ തമാശ ചെയ്യുന്നല്ലേ. ശരി ശരി. എൻ്റെ സന്തോഷമാണ് ടീച്ചറോട് സംസാരിക്കുമ്പോൾ ഏറ്റവും ആസ്വദിക്കും ഞാനാണ്, ടീച്ചറല്ല. ശരി ശരി. ഞാൻ ടൂറിസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെയാണ്. മറ്റുള്ളവരുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം. വരച്ചൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ മക്കളുണ്ട്, 2 മക്കളുണ്ട്. അവരുടെ കുട്ടികളും പേരക്കുട്ടികളൊക്കെ ആയിട്ട്, അവരുടെ ഭാര്യമാരും പേരക്കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ. ഈ സമയത്ത് അടിച്ചുപൊളിക്കാൻ തോന്നിയത് കൊറോണയാണ് എല്ലാവരും രക്ഷപ്പെട്ടല്ലേ. കൊറോണയ്ക്കാണ് നമ്മുടെ കഴിവുകൾ പുറത്തേക്ക് വന്നത് വെറുതെ ഇരിക്കുന്ന സമയം കൊണ്ട്. അല്ലല്ല, ഞാൻ ഇതിന് മുമ്പ് 3 എക്സിബിഷൻ ചെയ്തിട്ടുണ്ട്. അല്ല, കൊറോണയ്ക്ക് ശരിക്കും ആക്റ്റീവ് ശരിക്കും. അല്ല, കൊറോണയ്ക്ക് നമുക്ക് ഇത് ഇരുന്ന് കുത്തിന്ന് പറയാം. അല്ല, കൊറോണ അല്ലെങ്കിലും റിട്ടയർ ചെയ്തപ്പോൾ കൊറോണയും സാധാരണ ദിവസം ഒരുപോലെ തന്നെയാണ്. റിട്ടയർഡ് ചെയ്യില്ലല്ലോ, ഫ്രീ ആണ് ഇപ്പോൾ. വീട് വളർക്കാവ് ചേലക്കോട്ടുകാരാ. ചേലക്കോട്ട് എനിക്കറിയില്ല, ഞാൻ പറഞ്ഞു ഇവിടെ ഓട്ടോ ഓടിച്ചിട്ടുള്ളേ. ചേലക്കോട്ടൊക്കെ എന്തോരം ഓടിച്ചിട്ടുള്ള. ഓക്കെ ഓക്കെ ഓക്കെ. വളരെ സന്തോഷം. അടിപൊളിയാട്ടെ, ഇനി വരയ്ക്കണം. എല്ലാ എക്സിബിഷനും വരണം.